മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലെ BJP അംഗങ്ങൾ പരാതി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ കൺവെൻഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഏകദേശം 1.6 കോടി രൂപ മുതൽ മുടക്കുണ്ടാക്കിയ കൺവെൻഷൻ സെൻറ്റർ ഏകദേശം എല്ലാ സെക്രട്ടറി പോലും അറിയാണ്ട്, നഗരസഭ കൗൺസിൽ സെക്രട്ടറി പോലും അറിയാണ്ട് മറികടന്ന് വേണ്ടപ്പെട്ടവർക്ക് നൽകി എന്നുള്ള ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പരാതി വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇപ്പോൾ വി രാജേഷ് മേയറായിട്ട് അധികാരമേറ്റതിനു ശേഷം പഴയ 5 വർഷത്തെ ഭരണത്തിൽ നടന്നിരിക്കുന്ന പല അഴിമതികളും പുനരന്വേഷണത്തിന് കൊണ്ടുവരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടും മുൻ മേയറും മുൻനിർത്തിക്കൊണ്ട് അന്ന് കളിച്ച പലർക്കും അടിയായിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ കമലേശ്വരം കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കൂടി വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു അത്. കമലേശ്വരം കൺവെൻഷൻ സെന്റർ എല്ലാ സൗകര്യങ്ങളോടും കൂടി നടത്തിക്കൊണ്ടിരുന്ന എല്ലാ വർഷവും ഇപ്പോൾ ഈ ഒരു കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ ഇതിന്റെ ലേലം എപ്പോഴും ഈ നഗരസഭയുടെ ഇതിലുള്ള കാര്യങ്ങളെല്ലാം സുതാര്യമായ ലേല നടപടികളും കാര്യങ്ങളും എല്ലാം പാലിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നഗരസഭ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ സമയത്ത് BJP അംഗങ്ങളുടെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു ബാഹുല്യം ഉള്ളത് കൊണ്ട് തന്നെ മനഃപൂർവ്വം അവരെ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉൾപ്പെടുത്തി ഈ കരാറ് ഒപ്പിട്ട് പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ തന്നെ 5 പേരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാധാരണ നമ്മൾ നഗരസഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും സർക്കാർ ഓഫീസുകളിൽ ഒരു കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫയല് നീങ്ങണമെങ്കിൽ എത്ര ദിവസങ്ങൾ എടുക്കുന്ന സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ 5 ഉദ്യോഗസ്ഥന്മാരുടെ ഇടങ്ങളിലും ഓഫീസ് ടേബിളിലും ഈ കമലേശ്വരം കൺവെൻഷൻ സെന്ററിന്റെ ഫയല് ചെന്ന് അവർ പാസ്സാക്കി വിടുന്നു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട നഗരസഭാ സെക്രട്ടറി അവർ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ബാക്കി ഉദ്യോഗസ്ഥരെ എല്ലാം ക്ലിയർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഇതുപോലൊരു ലേല നടപടി കഴിച്ചു കൂട്ടാമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അഴിമതി സംശയിക്കുന്നതിൽ തർക്കം പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ VG ഗിരികുമാർ എന്ന് പറയുന്ന കൗൺസിലറാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം അന്ന് തന്നെ ഉയർത്തിയത്. 2025 തന്നെ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിയത്. പക്ഷേ ആ സമയത്ത് ഇതിന്റെ അന്വേഷണം നടന്നില്ലെങ്കിലും ഇപ്പോൾ വി രാജേഷ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായും ഒരു അന്വേഷണത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കൃത്യമായും അന്വേഷണം വരുമ്പോൾ ആര്യ രാജേന്ദ്രന്റെ പല അഴിമതി കഥകളും ഒരു കൊച്ചുകുട്ടി മേയറായി എന്നുള്ള രീതിയിലാണ് അന്ന് പല ഇതിലും അവര് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ സൊഹറാൻ മംദാനി പോലും ഈ വിഷയം ട്വീറ്റ് ചെയ്തെങ്ങാണ്ട് ആര്യ രാജേന്ദ്രൻ കൺഗ്രാജുലേഷൻ പറഞ്ഞൊരു സംഭവം. പക്ഷെ മേയറായിട്ട് ആ സ്ഥാനത്തിന്റെ ഒരു ലെഗസിയും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് പാലിക്കാണ്ട് മേയറുടെ പ്രായമല്ല അവിടെ നോക്കേണ്ടത്. മേയറുടെ പ്രായം പരിഗണിച്ചതും അല്ലെങ്കിൽ മേയറെ കൊച്ചുകുട്ടി എന്ന് കളിയാക്കരുത് എന്ന് പറഞ്ഞതും കൊച്ചുകുട്ടി എന്ന് പലതവണ ആവർത്തിച്ചുകൊണ്ടിരുന്നത് മേയറുടെ തന്നെ പാർട്ടിക്കാരായിരുന്നു. കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ എന്നുള്ള തരത്തിൽ വരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു പാമ്പറിങ് കിട്ടിക്കൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ വന്നത്. പക്ഷെ കൊച്ചുകുട്ടിയുടെ പ്രവൃത്തികളല്ല ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയങ്ങളിൽ ഒന്നും കാണിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പലപ്പോഴും ഇത് ആര്യ രാജേന്ദ്രൻ ഒരു പക്വത കുറവ്. ഒന്നാമത് ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു പഞ്ചായത്ത് പോലും ഭരിച്ച് പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് നഗരസഭ ഈ പറഞ്ഞ പോലെ മേയറാകുന്നു. അതും എന്താ പറയുക തിരുവനന്തപുരം പോലത്തെ വലിയൊരു നഗരത്തിൻ്റെ. അത് മാത്രമല്ല, അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവർ മേയറാക്കാൻ തീരുമാനിച്ച വ്യക്തി അവിടെ തോൽക്കും ചെയ്തു. പിന്നെ വേറൊരു കാൻഡിഡേറ്റ് ചോയ്സ് അവർക്കില്ല. പിന്നെ എന്തുകൊണ്ട് നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റിയൊരു ചാൻസുമാണ്. അതുപോലെ വേറെ ആരും ചോദിക്കപ്പെടുള്ളൂ, എന്ത് പറഞ്ഞാലും ഒപ്പിട്ടോളും എന്നുള്ളൊരു ധാരണ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം പുറകിൽ CPM കളിക്കുന്നു. അവർ ആര്യ രാജേന്ദ്രൻ പറയുന്നതിനെല്ലാം മൗനാനുവാദം കൂടുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു, പാസ്സാവുന്നു. ആ ഒരു ലെൻസിലൂടെ ഇത് കണ്ടൂടെ? പക്ഷെ ആര്യ രാജേന്ദ്രൻ പക്വതക്കുറവ്, മേയർ എന്ന് പറയുന്ന പദവിയിലേക്ക് കയറിയിരിക്കുമ്പോൾ പ്രായത്തെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രതിരോധം തീർക്കാൻ പറ്റില്ല. പക്ഷെ CPM ഓരോ അഴിമതി കേസുകളും പുറത്തു വരുമ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് പക്വതക്കുറവ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് കൊണ്ട് തന്നെയാണ്. നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പക്വതക്കുറവ് എന്ന് പറഞ്ഞതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആ ഒരു ഉത്തരവാദിത്വം ഉള്ളൊരു സ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഉറപ്പായിട്ടും ആ പക്വത കാണിക്കേണ്ടതായിരുന്നു. പക്വത കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം അവരെ മാറ്റണമായിരുന്നു. ഇതൊന്നും ചെയ്യാണ്ട് പക്വതയില്ലായ്മ അല്ലെങ്കിൽ പ്രായത്തെ കൊണ്ട് മാത്രം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ട് 5 വർഷം ഇരുത്തി അതിന് പക്വതക്കുറവെന്ന് നമ്മളും കൂടി ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ആ ഒരു പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടേണ്ട അല്ലെങ്കിൽ ജുവനൈൽ കേസുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത്. പ്രായത്തിന്റെ ആനുകൂല്യം കൊടുക്കാനും എടുക്കാനും ഒന്നും. പക്ഷെ ഇവർ ഈ 5 വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന അഴിമതികൾ പക്വതക്കുറവുള്ളതുമല്ല.
ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ധാർഷ്ട്യം പിണറായി വിജയന്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ അത് കണ്ടുപഠിച്ച ഒരു മേയർ ഊട്ടി തന്നെയായിരുന്നു. യേതുവിന്റെ വിഷയം മാത്രം മതിയായിരുന്നു. അത് ഇപ്രാവശ്യം സച്ചിൻ ദേവ് ഉൾപ്പെടെ തോറ്റത് എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് മേയർക്ക് ആര്യ രാജേന്ദ്രന് മാറി നിൽക്കേണ്ടി വന്നത്. പ്രചരണത്തിന് പോലും അവരെ ഇറക്കിയ ഒരു വോട്ട് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തിരുവനന്തപുരം വന്നത്. സ്റ്റേജ് പ്രോഗ്രാമിൽ CPM-ന്റെ പ്രോഗ്രാമിൽ ആര്യ രാജേന്ദ്രൻ പുറത്തുനിന്ന് നോക്കി കാണുന്നു. CPM-ന്റെ ബാക്കി എല്ലാ നേതാക്കന്മാരും സ്റ്റേജിലുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് ഒഴിവാക്കിപ്പെട്ട ഒരു ഒറ്റപ്പെട്ട അവസ്ഥ പോലെയായിരുന്നു ആ സമയത്തൊക്കെ. അത് യദുവിന്റെ കേസ് കൊണ്ട് തന്നെ ഇത്രയും വെറുക്കപ്പെട്ട, ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെറുക്കപ്പെട്ട ഒരാള് എന്നുള്ള രീതിയിലേക്ക് ഒരു അധികാരധാർഷ്ട്യം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. മേയറുടെ ഒരു പതനം മാത്രമല്ല, സച്ചിൻ ദേവിന്റെ തോൽവി കൂടി ചേർന്നതോടുകൂടിയിട്ട് അത് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്തത്. എന്തായാലും കമലേശ്വരം ഫയലാണെങ്കിൽ പോലും ആദ്യത്തെ മുതൽ പൊങ്കാല അടുപ്പുകളുടെ കാര്യം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പക്വതക്കുറവ് കൊണ്ട് ചെയ്ത ചെറിയ കുറ്റങ്ങളായിട്ടൊന്നും ഇതിനെ മാറ്റിക്കളയാൻ പറ്റുമൊന്നുമില്ല. എന്തായാലും കൃത്യമായിട്ടും ഇപ്പോൾ VV രാജേഷ് പല പഴയ ഫയലുകളും തോണ്ടി പുറത്തിടുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ മുൻ മേയർക്ക് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് BJP-യുടെ ഒരു സ്പീഡപ്പാണ്. ഇപ്പം 2026 മെയ് 13 ഈ സാധനം അവർ ഉന്നയിക്കുന്നത്. അതായത് മിഞ്ഞാന്ന്, ഇന്നലെ അതിന് കേസ് എടുക്കുന്നു. വെറും ഒറ്റ ദിവസം കൊണ്ട് അവർ കേസ് എടുത്ത് മുമ്പോട്ട് പോകുന്നു. അപ്പൊ എന്തിനാ ഈ ധൃതി കൂടിയിട്ടുള്ള ഒരു പോക്ക്? ധൃതി കൂടിയിട്ടുള്ള പോക്കെന്ന് വെച്ചാല് ഈ ഒരു അഴിമതിയുടെ കാര്യം VG ഗിരികുമാർ ഉന്നയിക്കുന്നത് 2025-ലാണ്. പക്ഷെ ആ സമയത്ത് ഉന്നയിച്ചപ്പോ എന്തുകൊണ്ട് ഇതിന് കേസ് എടുത്തില്ല? ഭരിക്കുന്നത് അവരായിരുന്നു. അപ്പോൾ അത്രയും കാലതാമസം വെച്ചൊരു സാധനം ഇപ്പൊ അവരുടെ സർക്കാർ ഭരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സർക്കാരല്ല, അവരുടെ ആൾക്കാർ ഭരിക്കുന്ന ആ ഒരു നഗരസഭയിൽ കാര്യങ്ങൾ വന്നപ്പോ അവർക്ക് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. ന്യായമായുള്ള കാര്യങ്ങൾക്ക് സ്പീഡപ്പ് ആകാമല്ലോ. അന്യായമായിട്ടുള്ള ഒരു പരാതി അല്ലല്ലോ പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് ഇങ്ങനെ കൊണ്ടേ കൊടുത്തത്. കഴിഞ്ഞ 2025 വെച്ചപ്പോ ആരായിരുന്നു അവിടെ? അതുകൊണ്ടാണ് അന്ന് നടക്കാണ്ട് പോയത്. ഇപ്പൊ അവരുടെ അധികാരം ഉള്ളത് കൊണ്ട് തന്നെ, അവർക്ക് പവർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അന്വേഷണം നടത്തി. അതിനെ നമുക്ക് അന്യായമായിട്ട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് നടന്നെങ്കിൽ അത് അവരുടെ കഴിവല്ലേ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നെങ്കിൽ അപ്പോൾ ഈ അന്വേഷണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ശബരിനാഥ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു കൃത്യമായിട്ടും ധവളപത്രം ഇറക്കണം, ധവളപത്രം ഇറക്കിയിട്ട് എല്ലാ കണക്കുകളും സുതാര്യമായിട്ട് തന്നെ കാണിക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ഈ VG ഗിരികുമാറിന്റെ ഈ ഒരു ആരോപണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും സപ്പോർട്ടായിട്ട് കോൺഗ്രസും BJP-യും ഒന്നിച്ചു നിന്ന് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും അന്ന് ആ സമയത്ത് ഇത്രയും നാളായിട്ട് ഇവർക്കിത് അന്വേഷണത്തിന് ഉത്തരവിടാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോ ഈ ഒരു ദിവസത്തെ സ്പീഡപ്പിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ കൗൺസിലുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ താൽക്കാലിക ആരോഗ്യ വകുപ്പിൽ ഒരുപാട് ജോലി വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ആര്യ രാജേന്ദ്രൻ ഒരു കത്ത് അയക്കുന്നുണ്ട് പാർട്ടിയുടെ ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അവിടെ ജോലിക്ക് നമ്മൾ ആലോചിക്കുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് കയറ്റേണ്ട ജോലിക്കാരാണ്. അപ്പൊ ഇന്റർവ്യൂ നടത്തിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റ് നടത്തിയിട്ട് കയറ്റേണ്ട കൊടുത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയക്കുന്നു. എത്രയും പെട്ടെന്ന് ലിസ്റ്റ് വരാൻ പറയുന്നു. എന്നാലേ ആ ജോലിയിലോട്ട് കയറ്റാൻ പറ്റും. അപ്പം ഈ ഒരു വിഷയം കൂടി നമ്മളൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു എനിക്ക്. ഉറപ്പായിട്ടും ബാലസംഘത്തിൽ അംഗത്വമുള്ളവർക്ക് വരെ വലുതായി വരുമ്പോൾ നഗരസഭയിൽ ജോലി തരാമെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സഖാക്കന്മാർ അധപ്പതിക്കുന്നതാണ്. ഇപ്പോൾ പിൻവാതിൽ നിയമനം കണ്ടുപിടിച്ചത് തന്നെ ഇവരാണെന്ന് നമുക്ക് പറയാണ്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. സഖാക്കന്മാർക്ക് കൊടുത്തിട്ട് മാത്രം. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് തെളിവ് സഹിതം അല്ലെങ്കിൽ കത്ത് സഹിതം പുറത്ത് വന്നിട്ട് പോലും അന്നും പ്രതിരോധിച്ചത് ഇതേ പക്വത കുറവ്, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പ്രായം കുറഞ്ഞ മേയറെ വിഷമിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററിലൊക്കെ സാധനം എഴുതി കൊടുക്കാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പക്വത. പക്ഷെ ആ കേസ് എവിടെയെങ്കിലും എത്തിയോ? ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് BJP അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് ഫവാസ് പറഞ്ഞു. അന്ന് ഇത്രയും കൃത്യമായിട്ടുള്ള എവിഡൻസ് പുറത്തു വന്നിട്ട് ആ കേസ് എവിടെയെങ്കിലും അന്വേഷണം എന്തെങ്കിലും ആയിരുന്നോ? ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചായിരുന്നു, അന്വേഷണം നടന്നായിരുന്നോ? ഒന്നും ആയില്ല. ക്ലറിക്കൽ മിസ്റ്റേക്ക്. ഈ വരുന്ന അഴിമതികളെല്ലാം ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം പോലും ഇല്ല. ഇപ്പൊ ഈ നടന്നിരിക്കുന്ന കമലേശ്വരം പോലും അങ്ങനെയാണ്. ഇത്രയും നാളായില്ല ആരോപണം ഉന്നയിച്ചിട്ട്, ഇത്രയും നാളായിട്ടും അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോഴാണ് നഗരസഭയുടെ ആസ്തി എത്രയാണ് എന്നുള്ളത് പോലും ഇവർക്ക് മാത്രം അറിയാവുന്ന രീതിയിലേക്ക് തിരുവനന്തപുരം പോലൊരു നഗരസഭയുടെ ആസ്തി ഇപ്പൊ ഇങ്ങനെ മറിച്ചു കൊടുക്കുന്നത്, കമലേശ്വരം കൺവെൻഷൻ സെന്റർ വഴി കിട്ടേണ്ടത് മറിച്ച് ഒരാൾക്ക് കരാറ് കൊടുക്കുമ്പോൾ അതിലൂടെ വരുന്ന വരുമാനം എത്രയാണെന്ന് പോലും കൂടെയുള്ള കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ ബാക്കി അംഗങ്ങൾക്ക് അല്ലെങ്കിൽ നഗരസഭയിൽ ഇതിന്റെ അറിയേണ്ട ഓരോ പൊതുജനത്തിനും ആർക്കും അറിയില്ലാത്ത കാര്യമാണ് ഇതിന്റെ ആസ്തി എത്രയാണ്, എത്ര വരുമാനം വരുന്നുണ്ട്. അല്ലെങ്കിൽ
ഇപ്പോൾ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇഷ്ടക്കാർക്ക് മറിച്ച് കൊടുക്കുമ്പോൾ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഓരോ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഒരു പ്രാഥമിക സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നഗരസഭ ഒരുക്കി കൊടുക്കേണ്ടതിലേക്ക് വരുന്ന ഫണ്ടാണ് വെട്ടിക്കുറഞ്ഞു പോണത്. ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വി രാജേഷ് പെട്ടെന്ന് ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതേ അറിഞ്ഞില്ല എന്ന് പറയുന്ന സെക്രട്ടറിയെ തന്നെ കൃത്യമായിട്ടും അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടും ഒരു അന്വേഷണം നടന്ന് ഇത്രയും പെട്ടെന്ന് BJPയുടെ ഈ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിലും പെട്ടെന്ന് തന്നെ നടക്കുമായിരിക്കണം. അങ്ങനെ നടക്കുവാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രന് കുറച്ച് നാളത്തേക്കും കൂടി ഓടാനുള്ളൊരു ചാൻസ് ഒത്തു കിട്ടും. മാത്രമല്ല BJPയുടെ വളർച്ചയിലോട്ട് ഇപ്പോൾ നമുക്കറിയാം, കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് BJP പിടിച്ചെടുക്കുന്നു, അവിടെ നേമത്ത് പിടിച്ചെടുക്കുന്നു, ഇപ്പം പല പല മണ്ഡലം, ഇപ്പോൾ ചാത്തന്നൂരിൽ അവരുടെ സ്ട്രെങ്ത് ഉള്ളത്. അപ്പം എന്താ പറയുക, BJP അവിടെ വീണ്ടും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ CPMന്റെ പല കോട്ടകളും ഉരുക്കി ഇല്ലാണ്ടാക്കി BJPയിലോട്ട് ആ വോട്ട് കൺസോൾട്ടേഷൻ പോവുകയും പിന്നെ കാലക്രമേണ BJPയുടെ ഒരു കോട്ടയായി തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ മാറാനും ചാൻസ് ഇല്ല ഇങ്ങനെയൊക്കെ പോവുകയാണെന്ന്. ഉറപ്പായിട്ടും പല ഇപ്പൊ BJPക്ക് ഇങ്ങനെ ഒരു വിജയം അവിടെ കൊടുത്തതിന്റെ മേജർ പങ്കും ക്രെഡിറ്റും കൊടുക്കേണ്ടത് മേയർ ആര്യ രാജേന്ദ്രന് തന്നെയാണ് കൊടുക്കേണ്ടത്. അവരുടെ 5 വർഷത്തെ ഇത്രയും കാട്ടിക്കൂട്ടലുകളും ധിക്കാരവും കൊണ്ട് തന്നെയാണ് എത്ര തവണ ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് ശരിക്കും സർക്കാരിലെ മന്ത്രിമാരുടെ പേരിൽ പോലും വരാത്തത്രയും അഴിമതികളും അല്ലെങ്കിൽ അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് ദിവസങ്ങളോളം ചാനലുകൾ ചർച്ച ചെയ്യേണ്ട ഓരോ അഴിമതി കേസുകളും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കുന്നതിൽ ആര്യ രാജേന്ദ്രൻ ഒരു അറ്റൻഷൻ കിട്ടി ഇങ്ങനെ ഹൈലൈറ്റിൽ നിൽക്കാനായിട്ട്, ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. 5 വർഷങ്ങളിൽ മാധ്യമങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് രണ്ട് വ്യക്തികൾ, ഒന്ന് പിണറായി വിജയൻ, രണ്ട് ഈ പറഞ്ഞ പോലെ ആര്യ രാജേന്ദ്രൻ. വീണ ജോർജ് മാത്രമാണ് പിന്നെയും മന്ത്രിസഭയിൽ നിന്ന് കുറച്ചെങ്കിലും കാലം ഇതായിട്ട് നിന്നത്. ആരോപണങ്ങളുടെ പേരിൽ, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പേരിൽ നിൽക്കേണ്ടി വന്നത്. അപ്പൊ ഒരു മേയർക്ക്, തിരുവനന്തപുരത്തെ ഒരു മേയർക്ക് ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരത്രയും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കി വെച്ചത്, പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചതിന്റെയാണ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അടി. അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ 5 വർഷം പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ BJP കൊണ്ടുപോയത്. അതുകൊണ്ട് BJPക്ക് അധികം പണിയെടുക്കാണ്ട് തന്നെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 5 വർഷത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച അഴിമതികളൊക്കെ ഇതുപോലെ സ്പീഡപ്പായിട്ട് അന്വേഷണം നടത്തി കൃത്യമായിട്ടും ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും BJPക്ക് ഇനിയും തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാൻ തന്നെ പറ്റും. ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ആസ്തി വികസനത്തിന്റെ കാര്യമാണെങ്കിലും റവന്യൂ കാര്യങ്ങളാണെങ്കിലും വന്നു കഴിയുമ്പോൾ ഓരോന്നും ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത് മേയർ. ഒന്നിനും മുഖം കൊടുക്കാണ്ട് അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു. അവിടുത്തെ ഒരു മൈക്ക് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ഓൺ ആണല്ലോ. അപ്പോൾ LDF കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ അവർക്ക് പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ളത് പറയുമ്പോൾ മാത്രം ഓൺ ആകുകയും BJP കൗൺസിലർമാർ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മൈക്ക് ഓഫ് ആകുകയും ചെയ്യുന്നതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് സമരങ്ങൾ അവർ തന്നെ നഗരസഭ ഹാളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ റേഡിയോ പോലെ നമ്മൾ ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കണം, പിന്നെ അങ്ങോട്ട് പറയാനുള്ളതിൽ സെൻസർ ചെയ്തിട്ട് അവർ വിടുള്ളൂ. പക്ഷെ അവര് ആരോപണങ്ങളാണെന്നുണ്ടെങ്കിൽ മൈക്ക് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന രീതിയിൽ അത്രയും പോലും അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്നുമില്ലാണ്ട് ഒരു 5 വർഷം അടക്കി ഭരിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ BJP കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ BJP വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ക്രെഡിറ്റ് BJPയെക്കാളും കൂടുതൽ ആര്യ രാജേന്ദ്രന് തന്നെ കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഇനിയും ഇതിന്റെ പിന്നാലെ കുറച്ച് തൂങ്ങേണ്ടി വരും എന്ന് തോന്നുന്നു. അന്വേഷണം കൃത്യമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഗിമ്മിക്കായിട്ട് മാത്രമാണ് ഈ അന്വേഷണവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനെ അന്വേഷണങ്ങൾ വന്നതൊന്നും ഈ പറയുന്ന നേതാക്കന്മാരാരും ശിക്ഷിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു നടപടി എടുത്തതായിട്ടോ നമ്മൾ കണ്ടിട്ടുമില്ല. നമുക്ക് അങ്ങനെ ഒരു പഴക്കമില്ല കേട്ടിട്ട്. അതുകൊണ്ട് ഈ കാണിക്കുന്ന ഒരു സ്പീഡിലും അല്ലെങ്കിൽ ഒരു ആവേശത്തിലും തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എൻഡ് കാണും എന്ന് വിചാരിക്കാം. അങ്ങനെ കാണുകയാണെങ്കിൽ മാത്രം BJPക്ക് ഇനിയും അവിടെ സ്കോപ്പ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞ് കുറെ നാള് നരേന്ദ്രമോദി വരും, ഇവിടെ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ആള് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറയും, ഒന്നും മിണ്ടാണ്ട് തിരിച്ചു പോകും, അടുത്ത വോട്ട് കുറച്ച് കിട്ടും. അങ്ങനെ മാത്രം ഗിമ്മിക്കുകൾ മാത്രമാണ്. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നിൽക്കാനാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് പൊട്ടാൻ പോണില്ല എന്ന് മനസ്സിലാകുമ്പോൾ ജനങ്ങൾ തന്നെ മാറ്റിക്കുത്തും.